ഹലോ, ഇന്നൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ തേങ്ങയാണ് കേട്ടോ. തേങ്ങ കൂടി പോകരുത്, കുറച്ച് മാത്രം മതി. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 3/4 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3/4 കിലോ ചിക്കനാണ് കേട്ടോ ഇത്. പിന്നെ ഒരു 3 വറ്റൽമുളക്, അതുപോലെ തന്നെ മുഴുവൻ കുരുമുളക് ഒരു 1/4 ടേബിൾ സ്പൂണ് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഒരു ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ചിക്കൻ വേവിച്ചപ്പോൾ ഞാൻ ലേശം മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒറ്റ വിസിലടുപ്പിച്ച് നന്നായിട്ട് വെന്ത് പോകരുത് കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ്റെ വേവിച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ മസാല പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ റെസിപ്പി വളരെ സിമ്പിളാണ്. അതേപോലെ നമ്മൾ ആ ചിക്കന് അതിൻ്റെ വെള്ളത്തിലേക്ക് നമ്മൾ ആ മസാലപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിന് മുകളിൽ കൂടെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചിക്കൻ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഇതിലേക്ക് മയോണൈസും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.